നമസ്കാരം. ബ്രസീലിൽ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ അത് ടെക്സാസിൽ കൊടുങ്കാറ്റുണ്ടാക്കും. 1963 എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള പഠനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു. ഡിറ്റർമിനിസ്റ്റിക് നോൺ പീരിയോഡിക് ഫ്ലോ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ വിവരിക്കുമ്പോൾ അദ്ദേഹം മുന്നിലിരുന്ന ശാസ്ത്രജ്ഞന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ഡസ് ദ ഫ്ലാപ്പ് ഓഫ് എ ബട്ടർഫ്ലൈസ് വിങ് ഇൻ ബ്രസീൽ സെറ്റപ്പ് എ ടൊർണാഡോ ഇൻ ടെക്സാസ്? ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ വിഷയം ഇതാവട്ടെ. നമ്മുടെ ഈ പ്രകൃതിയിലേക്ക് സസൂക്ഷ്മം നോക്കിയാൽ അത് നമ്മിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കുന്നതായി അനുഭവപ്പെടും. കാരണം അതിൻ്റെ പാറ്റേൺ ഒരിക്കലും ഒരു ക്രമത്തിലല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലെ ഒരു ക്രമവും അതേപടി ഒരിക്കലും പുനരാവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ അവ്യവസ്ഥയെ ഒരു ഗണിതശാസ്ത്ര പ്രസ്താവനയ്ക്കുള്ളിൽ, അതായത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനുള്ളിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ഒരു ഉള്ളുണർവ് തന്നെയാണ്. അങ്ങനെ ഒരു ധാരണയോടെ ഇറങ്ങിയ മനുഷ്യൻ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു ദുരന്ത നായകൻ കൂടിയാണ്. 1912 ലണ്ടനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അലൻ ട്യൂറിംഗ്, മഹാനായ ഗണിതശാസ്ത്രജ്ഞൻ, ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിന്നിലെ ഗണിതശാസ്ത്രത്തിൻ്റെ അസ്ഥിവാരമിട്ട മഹാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയുടെ രഹസ്യ സന്ദേശങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി 10,000 സഖ്യകക്ഷിഭടന്മാരുടെ ജീവൻ രക്ഷിച്ച സ്റ്റേഷൻ എക്സ് എന്ന രഹസ്യ പ്രോജക്റ്റിനെ നയിച്ച ശാസ്ത്രജ്ഞൻ. പ്രകൃതിയുടെ ക്രമവും ക്രമമില്ലായ്മയും നോക്കിക്കാണാനുള്ള കഴിവായിരുന്നു ആ രഹസ്യ കോഡ് ബ്രേക്കിങ്ങിലെ അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ. പ്രകൃതിയുടെ ക്രമത്തെ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹത്തെ മറ്റൊരാശയത്തിലേക്ക് തിരിച്ചു. അന്നുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു നവീന ആശയം. പ്രകൃതി പ്രതിഭാസങ്ങളെ ലളിതമായ ഗണിതശാസ്ത്ര സമവാക്യങ്ങളിലേക്ക് കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയൊന്ന് ജീവശാസ്ത്ര പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ഉണ്ടായിക്കൂടാ? അങ്ങനെ ഒരു സമവാക്യം മനുഷ്യബുദ്ധിയെ വിവരിക്കുവാൻ ഉണ്ടാക്കിക്കൂടാ? മനുഷ്യഭ്രൂണത്തിൻ്റെ വളർച്ചയും വികാസവും ലളിതമായ ഒരു സമവാക്യത്തിനുള്ളിൽ കൊണ്ടുവരാം എന്ന് അദ്ദേഹം വിഭാവനം ചെയ്തു. അങ്ങനെ മോർഫോജെനിസിസ് എന്ന ശാഖയിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സെല്ലുകളുടെ വികാസത്തിലൂടെ വിവിധ ടിഷ്യൂക്കളായും ഓരോ അവയവമായും പരിഗണിക്കുന്നതിൻ്റെ മെക്കാനിസം വിവരിക്കുന്നതാണ് മോർഫോജെനിസിസ് എന്ന് ശാസ്ത്രശാഖ പറയുന്നത്. ഒരു ഭ്രൂണത്തിലെ സെല്ലുകൾ എല്ലാം ആദ്യം ഒരേപോലെ ഇരിക്കും. ക്രമേണ ആ സെല്ലുകൾ വിവിധ കൂട്ടങ്ങളായി വേർതിരിയും. ഒപ്പം ആ കൂട്ടങ്ങൾ തമ്മിൽ വ്യത്യസ്തമാകുകയും ചെയ്യും. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഒരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമില്ലാതെ തുടക്കത്തിൽ ഒരേപോലുള്ള സെല്ലുകൾ വ്യത്യസ്ത അവയവങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് എങ്ങനെയാണ്?
മോർഫോജെനിസിസ് പ്രകൃതിയുടെ സെൽഫ് ഓർഗനൈസേഷൻ അഥവാ സ്വയം രൂപീകരണത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ട്യൂറിങ്ങിന് മുൻപ് ആർക്കും അതേപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. 1952 ഇതേപ്പറ്റി ഒരു മൗലിക പ്രബന്ധം ദ കെമിക്കൽ ബേസിസ് ഓഫ് മോർഫോജെനിസിസ് എന്ന പേരിൽ അദ്ദേഹം പുറത്തിറക്കി. മോർഫോജെനിസിസ് അടിസ്ഥാനപരമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഗണിതശാസ്ത്ര വിശദീകരണമായിരുന്നു ആ പ്രബന്ധം. ആസ്ട്രോണമിയിലും ആറ്റോമിക് ഫിസിക്സിലും ഒക്കെ ഉപയോഗിക്കുന്ന സമവാക്യങ്ങളായിരുന്നു ട്യൂറിംഗ് ഒരു ജൈവ പ്രതിഭാസത്തെ വിവരിക്കുവാൻ അതിൽ ഉപയോഗിച്ചത്. അടിസ്ഥാനപരമായി നോക്കിയാൽ ഒരു ബയോളജിക്കൽ സിസ്റ്റം എങ്ങനെ ഒരു സെൽഫ് ഓർഗനൈസിങ് സിസ്റ്റം ആകുന്നു എന്നാണ് ട്യൂറിംഗ് കാണിച്ചു തന്നത്. അതായത് വളരെ ലളിതമായതും യാതൊരു പ്രത്യേകതകളില്ലാത്തതുമായ ഒന്ന് എങ്ങനെ വളരെ പ്രത്യേകതകളുള്ളതും വളരെ വളരെ സങ്കീർണതകൾ നിറഞ്ഞതുമായ ഒന്നായി മാറുന്നു. ലളിതമായ സമവാക്യങ്ങൾ കൊണ്ട് വിവരിക്കാവുന്ന ഒന്ന് പെട്ടെന്ന് സങ്കീർണമായ ഒന്നായി മാറുന്നത് എങ്ങനെ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒരു രീതിയിലും പ്രവചിക്കാൻ കഴിയാതെ, സ്വകീയമായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായി പെട്ടെന്ന് ഒരു ക്രമം ഉണ്ടായി വരുന്നു. ഇത് ട്യൂറിങ്ങിന് പോലും അപ്രതീക്ഷിതമായിരുന്നു. മരുഭൂമിയിലെ മണലിലുണ്ടാകുന്ന പാറ്റേൺ ചിന്തിച്ച് നോക്കുക. ഓരോ മണൽത്തരിയും അബോധപൂർവമായി മണലിൻ്റെ പാറ്റേണിൻ്റെ ഭാഗമായി മാറുന്നു. അതുപോലെ തന്നെയാണ് ഓരോ സെല്ലും ഓരോ അവയവത്തിൻ്റെയും ഭാഗമായി മാറുന്നതെന്ന് ട്യൂറിംഗ് വാദിച്ചു. ഈ സമവാക്യങ്ങൾ ഒന്നും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവശാസ്ത്രത്തെ വിശദീകരിക്കുവാൻ ഗണിതശാസ്ത്രത്തിൻ്റെ രീതി നിർണായകമാണ് എന്ന് ഈ സമവാക്യങ്ങൾ കാണിച്ചു. തീർച്ചയായും മോർഫോജെനിസിസ് ട്യൂറിംഗ് വിചാരിച്ചതിലും സങ്കീർണമാണ് എന്ന് ഇന്ന് നമുക്കറിയാം. DNA മോളിക്യൂൾസ് മറ്റു മോളിക്യൂളുകളുമായി എങ്ങനെ സംവദിക്കുന്നു എന്ന് ഇന്നും ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എങ്കിലും ട്യൂറിങ്ങിൻ്റെ ഗവേഷണ പ്രബന്ധം മോർഫോജെനിസിസിൻ്റെ ആധാരശിലയായി മാറി എന്നതാണ് വാസ്തവം. ഏറെ താമസിയാതെ ബ്രിട്ടീഷ് സയൻസ് ലോകത്തിന് ഏറെ നാണക്കേടുണ്ടാക്കിയതും എന്നാൽ ഒഴിവാക്കാമായിരുന്നതുമായ ഒരു പ്രശ്നത്തിലൂടെ ട്യൂറിങ്ങിന് കടന്നു പോകേണ്ടി വന്നു. അർണോൾഡ് മാരി എന്നൊരാളുമായുള്ള ബന്ധത്തെ ചൊല്ലി ട്യൂറിംഗ് അറസ്റ്റിലായി. കുറ്റം ഗ്രോസ് ഇൻഡീസൻസി, അതായത് അശ്ലീല പ്രവൃത്തി. കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് വിധിച്ചു. ശിക്ഷ ഒന്നുകിൽ നീണ്ട കാലത്തെ ജയിൽവാസം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോമോസെക്ഷൽ സ്വഭാവം മാറ്റുവാൻ സ്ത്രീ ഹോർമോൺ കുത്തിവയ്ക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം സെലക്ട് ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തെ വലിയൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി. 1954 ജൂൺ 8 കിടക്കമുറിക്കുള്ളിൽ 2 ദിവസം പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടുകിട്ടി. തൊട്ടടുത്ത് സയനൈഡ് പുരട്ടിയ ഒരു ആപ്പിളിൻ്റെ കഷണം. അദ്ദേഹത്തിൻ്റെ ആ ചെറിയ കാൽവയ്പ് ജൈവശാസ്ത്രത്തിനും ഫിസിക്സിനും വലിയൊരു കുതിപ്പിൻ്റെ സ്പ്രിംഗ് ബോർഡായിരുന്നുവെന്ന് അദ്ദേഹം ഒരിക്കലും അറിഞ്ഞില്ല. കഥയുടെ ബാക്കി ഭാഗവും ഇതേപോലെ തന്നെ അപ്രതീക്ഷിതവും ദുരന്ത പര്യവസായിയുമാണ്.
1950കളിൽ ഏതാണ്ട് ട്യൂറിങ്ങിൻ്റെ ഗവേഷണ പ്രബന്ധം പുറത്തു വരുന്ന സമയത്ത് ബോറിസ് ബെലൂസോവ് എന്ന സമർത്ഥനായ ഒരു റഷ്യൻ കെമിസ്റ്റ് സോവിയറ്റ് യൂണിയൻ എന്ന ഇരുമ്പ് മറയ്ക്കപ്പുറം ജൈവശരീരം പഞ്ചസാര എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു എന്ന പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് സൈന്യത്തിൽ ജനറൽ റാങ്കിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ബെലൂസോവ്. യുദ്ധാനന്തരം അദ്ദേഹം കെമിക്കൽ ലാബിലേക്ക് തിരിച്ചു വന്നു. നിറമില്ലാത്ത ഒരു മിശ്രിതം നിറമുള്ള മറ്റൊരു മിശ്രിതവുമായി അദ്ദേഹം കൂട്ടിക്കലർത്തി. സാധാരണഗതിയിൽ മുഴുവൻ ദ്രാവകവും നിറമുള്ളതായി മാറി. പെട്ടെന്ന് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദ്രാവകം വീണ്ടും നിറമില്ലാത്തതായി മാറി. ക്രമേണ ഈ ചക്രം ആവർത്തിക്കപ്പെട്ടു. പിന്നീട് ആ ദ്രാവകത്തിൽ വിവിധ പാറ്റേണുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, മനോഹരമായ പാറ്റേണുകൾ. അതുവരെ അറിയുന്ന പ്രകൃതി നിയമങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന ഒരു കണ്ടുപിടുത്തം ആണ് താൻ നടത്തിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പുതിയ രാസപ്രവർത്തനത്തെപ്പറ്റി അദ്ദേഹം ഒരു പ്രബന്ധമുണ്ടാക്കി പ്രസിദ്ധീകരണത്തിനായി അന്നത്തെ പ്രസിദ്ധമായ ഒരു ജേർണലിൽ ഏൽപ്പിച്ചു. എന്നാൽ ആ ജേർണലിൻ്റെ എഡിറ്റർ അത് സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. കാരണം അത് നിലവിലുള്ള സയൻസിന് വിരുദ്ധമാണ്. ഒന്നുകിൽ ബെലൂസോവിന് എവിടെയോ തെറ്റി, അല്ലെങ്കിൽ ബെലൂസോവ് കള്ളം പറയുന്നു. അത് ബെലൂസോവിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തിയറിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ ബയോഫിസിക്സ് എന്ന സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന സൈമൺ എൽവിച്ച് സ്നോൾ എന്ന ആളെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ബെലൂസോവ് സയൻസിനോട് വിട പറഞ്ഞ് ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടി. സ്നോൾ തൻ്റെ വിദ്യാർത്ഥിയായ അനറ്റോൾ ഷബോൺസ്കി എന്ന ആളെ തുടർ ഗവേഷണത്തിന് ഏൽപ്പിച്ചു. അനറ്റോളി വിജയകരമായി ഗവേഷണം പൂർത്തിയാക്കി ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. ഈ റിയാക്ഷൻ ഇന്ന് രണ്ടുപേരുടെയും പേരിലാണ് അറിയപ്പെടുന്നത്, ബെലൂസോവ് ഷബോൺസ്കി റിയാക്ഷൻ. പിന്നീട് സോവിയറ്റ് യൂണിയൻ തെറ്റിത്തിരുത്തി ബെലൂസോവിന് ഉന്നത സോവിയറ്റ് അവാർഡായ ഓർഡർ ഓഫ് ലെനിൻ സമ്മാനിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും അറിയാൻ ബെലൂസോവ് ജീവിച്ചിരുന്നില്ല. ഇതിലെ വിരോധാഭാസം എന്തെന്നാൽ ട്യൂറിങ്ങിൻ്റെ പേപ്പറിനെ കുറിച്ച് ബെലൂസോവ് റിയാക്ഷനെ കുറിച്ച് ട്യൂറിങ്ങും അറിഞ്ഞിരുന്നില്ല എന്നതാണ്. പക്ഷേ ബെലൂസോവിൻ്റെ ഓസിലേറ്റിംഗ് സൊല്യൂഷൻ ട്യൂറിങ് ഗണിതശാസ്ത്ര സമവാക്യങ്ങളിലൂടെ വിവരിച്ച പ്രകൃതിയുടെ സെൽഫ് ഓർഗനൈസിങ് സ്വഭാവത്തിൻ്റെ പരീക്ഷണ ഫലമായിരുന്നു എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ശാസ്ത്രലോകം അന്ന് അംഗീകരിക്കാതിരുന്നത്? ഉത്തരം ലളിതമാണ്. അന്ന് ശാസ്ത്രലോകം ന്യൂട്ടോണിയൻ യാന്ത്രികതയ്ക്കുള്ളിലാണ്. അതിൽ നിന്നും പുറത്തു വരാൻ അവർ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. പ്രത്യേകിച്ചും ചന്ദ്രയാത്ര പോലുള്ള വലിയ കുതിച്ചുചാട്ടം നടത്തിയ കാലത്ത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അഭേദ്യമായ ഒന്നായി നിലനിൽക്കുകയായിരുന്നു. ഏതൊരു ഭൗതിക പ്രവർത്തനത്തിൻ്റെയും തുടക്കം പൂർണ്ണമായും അറിഞ്ഞാൽ വേണ്ടുവോളം കമ്പ്യൂട്ടിംഗ് പവറും ഉണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ അവസാനം വരെയുള്ള പൂർണ്ണ രൂപം വിവരിക്കാൻ സാധിക്കും എന്നാണ് ന്യൂട്ടോണിയൻ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, നയാഗ്രയുടെ മുകളിൽ നിന്നും പതിക്കുന്ന ഒരു ജലകണം അതിൻ്റെ തുടക്കം അറിഞ്ഞാൽ അത് എപ്പോൾ
എവിടെ എത്തും എന്ന് പൂർണ്ണമായും, അല്ലെങ്കിൽ അതിൻ്റെ ഭാവി പ്രവചിക്കാൻ കഴിയും. ഇതായിരുന്നു അടിസ്ഥാനപരമായ വിശ്വാസം. സെൽഫ് ഓർഗനൈസിങ് എന്ന ആശയത്തെ സയൻസ് അംഗീകരിക്കണമെങ്കിൽ ഏതാണ്ട് 300 കൊല്ലമായി സയൻസ് മുഴുവൻ അടക്കി വാഴുന്ന ന്യൂട്ടോണിയൻ സ്വപ്നം തകർന്നു വീഴണം. അതത്ര എളുപ്പവുമല്ല. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തു. ന്യൂട്ടോണിയൻ സ്വപ്നം വാച്യാർത്ഥത്തിൽ തന്നെ അവ്യവസ്ഥ അഥവാ കയോസിന് മുന്നിൽ തകർന്നു വീണു. സയൻസിൽ കയോസ് എന്നത് പ്രത്യേകം അർത്ഥം ഉള്ളതാണ്. അതായത് ലളിതമായ സമവാക്യങ്ങളിലൂടെ പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ട ഒരു സിസ്റ്റം പുറത്തു നിന്നുള്ള ഒന്നിൻ്റെയും ഇടപെടലില്ലാതെ പ്രവചനാതീതമായ മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ കെൽപ്പുള്ളതാണ് എന്നാണ് ഈ കയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വളരെ ലളിതമായ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതിൽ ക്രമമില്ലായ്മ അഥവാ റാൻഡംനെസ് ഒന്നും ഇല്ലെങ്കിൽ പോലും പ്രവചനാത്മകമല്ലാത്ത പരിണാമത്തിലേക്ക് പോകാം എന്ന് സാരം. ഇത് കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിച്ചത് അമേരിക്കൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ലോറൻസ് 1960കളിൽ കാലാവസ്ഥാ പ്രവചനത്തിനുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരെ പോലെ അദ്ദേഹവും അടിയുറച്ച ന്യൂട്ടോണിയൻ തന്നെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശയ്ക്കും അതിൻ്റെ ചുറ്റുപാടുകൾക്കും ലോറൻസ് എഴുതിയ ഗണിതശാസ്ത്ര സമവാക്യങ്ങൾ ഒന്നും അദ്ദേഹത്തിൻ്റെ ധാരണയ്ക്കനുസരിച്ചുള്ള ഫലം ആയിരുന്നില്ല കൊടുത്തത്. അതായത് ചെറിയൊരു കാറ്റ് ചിലപ്പോൾ ഒരു മാസത്തിന് ശേഷം വലിയൊരു കൊടുങ്കാറ്റിനും പേമാരിക്കും വഴിവെച്ചേക്കാം. അല്ലെങ്കിൽ നല്ല വെയിൽ ഉള്ള ഒരു പകലിന് വഴിവെച്ചേക്കാം. കൃത്യമായി നിർവചിക്കപ്പെട്ട ചെറിയൊരു കാറ്റ് എങ്ങനെ ഇത്തരം വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു? അതായത് നമുക്ക് അളക്കാൻ കഴിയാത്തത്ര ചെറിയൊരു മാറ്റം ഓരോ ചെറിയ ചുവടുവയ്പ്പിലും വളർന്ന് നമ്മുടെ എല്ലാ ധാരണയ്ക്കും അപ്പുറത്തുള്ള ഒരു പരിണാമത്തിലേക്ക് എത്തുകയും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ഫലം നൽകുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പ്രതിഭാസം വിവരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ലോകപ്രസിദ്ധമായ ആ ചോദ്യം ഉയർന്നത്: ബ്രസീലിൽ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ അത് ടെക്സസിൽ കൊടുങ്കാറ്റുണ്ടാക്കുമോ? അദ്ദേഹം വളരെ കാവ്യാത്മകമായി അങ്ങനെ ചോദിച്ചതായിരുന്നു. എങ്കിലും ഏറെ താമസിയാതെ ലോകത്തിലെ എല്ലാ ഭാഷകളിലും പുതിയൊരു ശൈലി ഉയർന്നു വന്നു: ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ കയോട്ടിക് സിസ്റ്റം വരിവരിയായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. റോബർട്ട് മേ എന്ന ഓസ്ട്രേലിയൻ ചെറുപ്പക്കാരൻ മൃഗങ്ങളുടെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ബട്ടർഫ്ലൈ ഇഫക്റ്റ് അവതരിപ്പിച്ചു. മൃഗങ്ങളുടെ പ്രത്യുൽപാദനത്തിൽ ഉണ്ടാകുന്ന തീരെ ചെറിയ ഒരു മാറ്റം ചിലപ്പോൾ മൃഗങ്ങളുടെ പോപ്പുലേഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് മേ കാണിച്ചു. ചുരുക്കത്തിൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ കയോസ് അഥവാ അവ്യവസ്ഥ അടിസ്ഥാന യാഥാർത്ഥ്യത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് സാരം. ആഗോള കാലാവസ്ഥ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വൻ മാറ്റങ്ങൾക്ക് വിധേയമായേക്കാം. സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർന്നടിയാം.
ജീവജാലങ്ങൾ മുഴുവനും ഒരുപക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടാം. കയോസ് എന്നതിൻ്റെ കണ്ടുപിടുത്തം സയൻസിൻ്റെ നിർണായകമായ ഒരു ചവിട്ടുപടിയാണ്. അത് ഈ പ്രകൃതിയും പ്രപഞ്ചവുമായുള്ള ആഴത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ സൂചകമാണ്. അവ്യവസ്ഥയും അതിൽ നിന്നും ഉയർകൊള്ളുന്ന സെൽഫ് ഓർഗനൈസേഷനും ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. ജീവൻ്റെ ഉൽപ്പത്തിയും ജീവികളുടെ പരിണാമവും അതിൻ്റെ നാശവും എല്ലാം ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. ഇവയ്ക്കെല്ലാം ഉള്ളിൽ ട്യൂറിംഗ്, ബെലൂസഫ്, ലോറൻസ്, മേ എന്നിവരുടെ എല്ലാം കണ്ടെത്തലുകൾ ആ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ വിവിധ വശങ്ങൾ മാത്രമാണ്. വ്യവസ്ഥയും അവ്യവസ്ഥയും പരസ്പരം കെട്ടുപിണഞ്ഞു നിൽക്കുന്നു. അതാണ് എല്ലാ പാറ്റേണുകളെയും ഘടനകളെയും സൃഷ്ടിക്കുന്നത്. പക്ഷെ എന്തായിരിക്കും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആ ചാലകശക്തി? അതാണ് കപ്ലിംഗ് അഥവാ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്നത് നിർവചിക്കുന്നത് ഒരു സിസ്റ്റം അഥവാ ഘടനയുടെ ഔട്ട്പുട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ സിസ്റ്റത്തെ തന്നെ നവീകരിക്കുന്ന പ്രക്രിയ എന്നാണ്. ഇതിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രക്രിയ പ്രവർത്തിക്കുന്നത്? എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്? എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? പ്രകൃതിയിൽ എവിടെയെല്ലാം നമുക്ക് ഈ പ്രക്രിയകൾ കാണാൻ കഴിയും? അത് അടുത്ത പ്രഭാഷണത്തിൽ. നന്ദി.